സിഹിമോളെ, ഞാൻ പറഞ്ഞ കഥ നീ വായിച്ചായിരുന്നോ? എങ്ങനെയുണ്ട്? സീതമ്മ എപ്പോഴാ വരിക? അതെന്താ സിഹിമോളെ, നിനക്കിവിടെ ബോറടിച്ചോ? എനിക്ക് എന്റെ സീതമ്മയെ കാണണം. വരാൻ പറ പ്ലീസ്. പറയൂ മോളെ ഭാർഗവി, എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? സോറി, അപ്പോയിൻമെൻ്റ് എടുക്കാതെ വന്ന് മീറ്റ് ചെയ്തതിൽ എന്നോട് ക്ഷമിക്കണം. നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ അച്ഛൻ്റെ ആരോഗ്യം ഇപ്പം അത്ര ശരിയല്ല. അച്ഛന് വില്ലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കുറച്ചൊക്കെ സംശയങ്ങളുണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങളെ വന്നുകൊണ്ട് ക്ലാരിഫൈ ചെയ്തിട്ട് വരാൻ പറഞ്ഞു എന്നോട്. എന്ത്? ദേശായി സാർ അയച്ചെന്നോ? ഈ ലോയർ എന്തെന്നെ വിശ്വസിക്കാത്തത്? ഇയാൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? അച്ഛൻ പറഞ്ഞയച്ചതാ. അത് പിന്നെ ആ വില്ലിൻ്റെ കാര്യം പറഞ്ഞ് വാണി ചേച്ചി റാമിൻ്റെ പേരിൽ എഴുതി വെച്ച ആസ്തിയൊന്നും അവന് വേറെ ആർക്കും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ലെന്നല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? അവന് നാളെ വീടും കുട്ടികളും കുടുംബവും ഒക്കെ ആവില്ലേ വക്കീലെ? ആ കൺഫ്യൂഷൻ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാ അച്ഛൻ എന്നെ ഇങ്ങോട്ട് അയച്ചത്. നോക്കൂ മോളെ ഭാർഗവി, നീ ഇപ്പൊ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളതാണ്. അത് നിന്നോടാണെങ്കിലും വേറെ ഒരാളോടാണെങ്കിലും പറയാൻ ഒക്കില്ല. ദേശായി സാറിനോട് മാത്രമേ പറയാൻ ഒക്കൂ. അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാ അച്ഛൻ നേരിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. പറഞ്ഞയച്ചത് മുത്തച്ഛനാണെങ്കിൽ പോലും എന്നെ കൊണ്ടത് സാധിക്കില്ല മകളെ. ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ. എന്നാൽ പിന്നെ ഞാൻ അച്ഛനെ നേരിട്ട് തന്നെ കൊണ്ടുവരാം. അച്ഛനുള്ളപ്പോൾ തന്നെ ഈ കൺഫ്യൂഷൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ആയാൽ അത് നന്നാവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ കുഴപ്പമില്ല, ഐ അണ്ടർസ്റ്റാൻഡ്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ദേശായി സാർ അയച്ചതാണെന്നോ? എനിക്കെന്തോ ഇവര് കള്ളം പറയുന്ന പോലെ തോന്നുന്നു. ആ വാണി വില്ലിൽ എന്തോ കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ലോയറാണെങ്കിൽ വാ തുറക്കുന്ന പോലുമില്ല, ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. സൂര്യപ്രകാശ് ദേശായി ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? ഭാർഗവി മേം, ഇവർക്ക് ഇവിടെ എന്താ പരിപാടി? അവിടെയാണെങ്കിൽ സൂര്യക്ക് വയ്യാന്ന് പറഞ്ഞ് ഇത്രയൊക്കെ അഭിനയിച്ചിട്ട് ഇപ്പൊ ഇവിടെ ലോയറിന്റെ ഓഫീസിൽ എന്താ? ഇവരെന്ത് ചെയ്യാൻ വന്നതാകും? എങ്ങനെ അറിയാൻ പറ്റും? ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, ഇവരാ വീടിന് നല്ലത് ചെയ്യാൻ വന്നതല്ല. പക്ഷെ എൻ്റെ സൂര്യക്കും റാമിനും ദോഷം ചെയ്യാൻ ഞാൻ വിടില്ല. അഞ്ജു ചേച്ചി സീതമ്മയടുത്ത് വരാൻ പറഞ്ഞിരുന്നല്ലോ, ഇതുവരെ വരാത്തതെന്താ? അവര് വരും മോളെ, ഓൾറെഡി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ നിനക്ക് പറ്റിയത്? ബോറടിച്ചിട്ടാണോ? എനിക്കെന്റെ സീതമ്മയെ കണ്ടേ പറ്റൂ. ഇപ്പൊ വരും ബേബി. അമ്മ വരുന്നവരെ നമുക്ക് എന്തെങ്കിലും കളിച്ചാലോ? എനിക്കിപ്പോ അതിനൊന്നും മൂടില്ല പ്രീ. എനിക്ക് ഉടനെ വീട്ടിലേക്ക് പോണം. സീതമ്മയെ കണ്ടേ പറ്റൂ. അവൾക്ക് സീതയെ മിസ് ചെയ്യുന്നുണ്ടാവും. ഇതുവരെ ഇങ്ങനെ മാറി നിന്നിട്ടില്ലല്ലോ. അതുകൊണ്ടാ നിങ്ങൾ എന്ത് ചോദിച്ചിട്ട് വേണ്ടെന്ന് പറയുന്നേ. നിന്റെ ഭാഗ്യോ പ്രിയ, രാത്രി പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായേനെ. പ്രീ, ഇനി ഒരൊറ്റ തവണയും കൂടെ സീതമ്മയെ കോൾ ചെയ്യോ? വിളിച്ചേരാ മോളെ. ഹായ് സീകുട്ടാ. ഹായ് ഫ്രണ്ട്. ഹായ്. എന്താ?
ഓക്കെ മോളെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. പ്രിയ, ഇവക്ക് എന്തു പറ്റി? പെട്ടെന്ന് അവൾക്ക് എന്താ പറ്റിയെന്നറിയില്ല. സീതയെ കാണണം, വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ് വാശിയായിരുന്നു. സീതയെ വിട്ടു നിന്ന് ശീലമില്ലാത്തതല്ലേ, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അവൾക്ക് വിഷമായത്. ആണോ പൊന്നെ? സീതമ്മയെ നീ അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ടോ? അപ്പൊ നീ എന്നെ മിസ് ചെയ്യുന്നില്ല? നിന്നെ ഞാൻ കുറേ മിസ് ചെയ്യുന്നുണ്ട്. സീതമ്മ എവിടെയെന്ന് പറ ഫ്രണ്ട്, പ്ലീസ് ഫ്രണ്ട്. സീതമ്മ വന്നിട്ടുണ്ട് മോളെ, നീ സമാധാനമായിട്ടിരിക്കും. താഴത്തെ കാറിലുണ്ട്. എനിക്ക് ഇപ്പൊ തന്നെ എന്റെ സീതമ്മനെ കാണണം. സീമോളെ ശ്രദ്ധിച്ച്, കെയർഫുൾ. സീത എന്താ അകത്തേക്ക് വരാത്തത്? ഇവളിങ്ങനെ വെറുതെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ. സീത ഇതൊക്കെ കണ്ട് ടെൻഷൻ ആവണമെന്ന് കരുതി ഞാനാ പറഞ്ഞ വരണ്ടാന്ന്. പ്രിയ, എന്നിറങ്ങട്ടെ ഞാൻ? ഏയ് അല്ല മോനെ റാം, ഇങ്ങനെ വന്നങ്ങ് പോയാൽ എങ്ങനെയാ? ഒന്നും കഴിച്ചില്ലല്ലോ. അമ്മ, ഇറ്റ്സ് ഓക്കെ, നമ്മുടെ വീടല്ലേ, എന്തിനാ ഈ ഫോർമാലിറ്റീസ്? ഞാൻ വരട്ടെ, ബൈ. സീമോളെ, നീ പറ, എന്താ സംഭവിച്ചേ? അഞ്ചു ചേച്ചിയുടെ ഫോൺ ഞാൻ പറയാതെ എടുത്തതാ. അതറിഞ്ഞ സീതമ്മ എന്നെ വഴക്കു പറയും. അപ്പൊ ബാഡങ്ങളിനെ കുറിച്ച് എങ്ങനെയാ പറയാ? സിഹി, അഞ്ജലി ചേച്ചിയുടെ അടുത്ത് നീ സന്തോഷത്തോടെ നല്ലതുപോലെ ഇരുന്നതാണല്ലോ. ഇപ്പൊ എന്തു പറ്റി പെട്ടെന്ന്? രാത്രി എന്തേലും സ്വപ്നം കണ്ടോ? പേടിയായോ നിനക്ക്? സീമോളെ, നിനക്ക് എന്താ പറ്റിയെന്ന് പറ ചക്കരെ. നീ പറഞ്ഞാലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റൂ. നോക്കിയേ, ഇവിടെ ഞാനും സീതമ്മയും മാത്രമേ ഉള്ളൂ. നീ ധൈര്യമായിട്ട് പറ. സീതമ്മ, സോറി, ഞാനൊരു തെറ്റ് ചെയ്തു. നീ വഴക്ക് പറയരുതേ. തെറ്റോ? എന്ത് തെറ്റാ മോളെ? സീമോളെ, സീതമ്മ വഴക്കൊന്നും പറയില്ല. നീ എന്താ സംഭവിച്ചെന്ന് പറ. വി ആർ വിത്ത് യു. ഫ്രണ്ട്, ഞാൻ അഞ്ജലി ചേച്ചിയുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഫോൺ എടുത്ത് കളിച്ചിരുന്നു. അവര് സ്റ്റോറി വായിക്കാൻ വേണ്ടി ഫോൺ തന്നിട്ട് പോയതായിരുന്നു. പക്ഷേ ഞാൻ അവരുടെ വാട്സപ്പ് എടുത്തിരുന്നു. അതിൽ ബാഡങ്കിൾ ഉണ്ടായിരുന്നു ഫ്രണ്ട്. ഞാൻ എവിടെ പോയാലും അവരെന്റെ പുറകെ വരിക ഫ്രണ്ട്. സീമോളെ, നീ എന്തായി പറയുന്നേ? യു മീൻ ദാറ്റ് രുദ്രപ്രതാപ്? ഫ്രണ്ട്, മോളെ, നീ വേറെ ആരെങ്കിലും കണ്ട് കൺഫ്യൂസ്ഡ് ആയതായിരിക്കും. ഇല്ല സീതമ്മ, അന്ന് ഞാൻ ആ നാടകത്തിന്റെ ഇടയിൽ കണ്ടതാ. പക്ഷെ നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. അവരവിടെ ഉണ്ട് സീതമ്മ. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. സീമോളെ, എന്താ നോക്ക്, ദേ ഞാനില്ലടാ നിന്റെ കൂടെ, പിന്നെ സീതമ്മ ഇല്ലേ കൂടെ. നീ ഒന്നും ആലോചിച്ച് പേടിക്കണ്ട കേട്ടോ. ഓക്കെ, ബി സ്ട്രോങ്, നത്തിങ് വിൽ ഹാപ്പൻ ടു യു. പിന്നെ സീത, സിഹിക്ക് കൺഫ്യൂഷൻ വന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി അവനെ നമ്മൾ വളരെ സില്ലി ആയിട്ട് എടുത്തെന്ന് തോന്നുന്നു. അല്ല, അഞ്ജലിയുടെ ഫോണിൽ അയാൾ എങ്ങനെ ഉണ്ടാവാനാ? അതൊക്കെ നമുക്ക് ചോദിക്കാം സീത. സീമോളെ, ഇപ്പൊ നിനക്ക് സമ്മർ ഹോളിഡേസ് അല്ലേ, നീ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്. നിന്നെ ഒരു ബാഡെങ്കിലും വന്ന് ബുദ്ധിമുട്ടിക്കാൻ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. ആൻഡ് ഇറ്റ്സ് എ പ്രോമിസ്. നിനക്കറിയില്ല, ഞാൻ പ്രോമിസ് ചെയ്താൽ അത് ഒരിക്കലും ബ്രേക്ക് ചെയ്യില്ലാന്ന്. നിങ്ങൾ രണ്ടാരും എന്നാ കല്യാണം കഴിക്കുക? നിങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു പേടിയും ഉണ്ടാവില്ല. ഇപ്പൊ നീ ഇത് പറഞ്ഞില്ലേ, അത് മതി. എത്രയും പെട്ടെന്ന് ഞാൻ സീതമ്മയെ കല്യാണം കഴിച്ചോളാം. ഐ പ്രോമിസ് യു.
ചേട്ടാ ഇനി എത്ര നേരം എടുക്കും നിങ്ങളുടെ അനിയത്തി വരാൻ? അല്ല, നീ എന്താ മീൻ എടുത്തെടുത്ത് പൂച്ച ചുറ്റിക്കറങ്ങി നിൽക്കുന്നവരെ നിൽക്കുന്നേ? അവള് വന്നോളൂന്നേ. നമ്മുടെ അവസ്ഥ എന്താന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ജീവൻ ഇപ്പൊ ബാക്കിയുള്ളത് തന്നെ വലിയ കാര്യമാണ്. അവളോട് നമുക്ക് എല്ലാം പോയി പറയണം. നമുക്കും കാര്യങ്ങളൊക്കെ പറയാനുള്ളത് അവള് മാത്രമല്ലേ? അല്ലേ, അവള് മാത്രമല്ലേ? അപ്പൊ അവള് വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണ്ടേ? ഏയ്യടാ, ഇണ്ടാതിരുന്നോളൂ അവിടെ. എനിക്ക് എന്തിന്റെ കുഴപ്പമായിരുന്നു ഇങ്ങേരോട് പറയാൻ? ഏട്ടാ അങ്ങോട്ട് നോക്ക്, നിങ്ങളുടെ അനിയത്തി. ഇവന്റെ കൂടെ കല്യാണം ഫിക്സ് ചെയ്തെന്ന് ഉറപ്പാ. അതല്ലേ ഇവരിങ്ങനെ നടക്കുന്നേ? അയ്യോ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. വാ, ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. നമസ്കാരം. നമസ്കാരം അളിയാ. എപ്പോഴാ വന്നേ? സീതേ, നിന്നെ വന്ന് കണ്ട് രാമനെ കാണാൻ എവിടെ പോണോന്ന് ചോദിച്ചറിയാൻ വേണ്ടി വന്നതാ ഞങ്ങള്. ഭാഗ്യം ഇങ്ങോട്ട് നേരിട്ട് വന്നല്ലോ. സാറേ, ഞങ്ങളെ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ വേണം രക്ഷിക്കാൻ. ഇനി ഞങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താ എന്തു പറ്റി? ആ ദുഷ്ടന്റെ ശല്യം ഞങ്ങൾക്കിപ്പോ സഹിക്കാൻ വയ്യ. സാറ് കല്യാണം കഴിക്കാൻ പോകുന്ന സീതയെ എനിക്ക് തന്നെ കല്യാണം നടത്ത, എനിക്ക് തന്നെ കല്യാണം നടത്തുന്ന പറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ സീത എന്താ ചാഞ്ഞിരിക്കുന്ന മരമാണോ? അവനൊരു രാക്ഷസനാണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങളുടെ സ്വന്തം മോളായ സീതയെ അവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞങ്ങളെ 24 മണിക്കൂറും ഭീഷണിപ്പെടുത്തി കൊന്നോണ്ടിരിക്കുകയാണെന്നേ. നിങ്ങൾ പറയുന്നത് ആ രുദ്രപ്രതാപന്റെ കാര്യമാണോ? ആ അതെ അളിയാ. കഴുത്തിൽ കത്തി വെച്ച അവസ്ഥയാ. പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാന്ന് വെച്ചാ മനസ്സിലാകുന്ന ഏനോ അല്ല അയാള്. ആ രുദ്രപ്രതാപിന്റെ പ്രതാപം സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ബലമില്ല, അധികാരമില്ല. ഇപ്പൊ ഞങ്ങൾക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. ഏട്ടത്തി, പ്ലീസ് കരയാതെ സമാധാനായിട്ടിരിക്കെ. എന്നെ വിളിച്ചൊരു വാക്ക് പറയാറുന്നില്ലേ നിങ്ങൾക്ക്? പാവം, നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്തിനാ? നീ എല്ലാം മറന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കുവല്ലേ എന്ന് കരുതി. അതാ നിന്നോട് പറയാഞ്ഞ്. ചേച്ചി പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. സീത, നീ അവളെ കൊണ്ട് അകത്തേക്ക് പോ, ഞാനൊന്ന് സംസാരിക്കട്ടെ. സീതമ്മ, ഞാൻ പറഞ്ഞില്ലേ ആ ബാഡങ്ങള് നമ്മൾ ഇപ്പോഴും വിട്ടുപോയിട്ടില്ല എന്ന്? വിശ്വസിച്ചില്ലല്ലോ. രാമ, എന്ത് സംഭവിക്കണം സംഭവിക്കരുതെന്ന് നിനക്കറിയാം. നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിന്റെ തീരുമാനമാണെന്ന് എനിക്കറിയാം. എന്നാലും വന്ന് ചോദിക്കുന്നത് എന്റെ ശീലമായിട്ടാണ്. എന്ത് നൽകണം എന്ത് നൽകരുതെന്നെല്ലാം നിനക്കറിയാം. എന്നാലും എനിക്ക് ഒറ്റ കാര്യം മാത്രം മതി രാമ. എന്റെ ലൈഫിൽ ഞാൻ സിഹയെ ചൂസ് ചെയ്യണോ അതോ രാമനെ ചൂസ് ചെയ്യണോ എന്നൊരു കൺഫ്യൂഷൻ എനിക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എനിക്ക് രണ്ടുപേരും വേണം. രണ്ടിൽ ഒരാളില്ലെങ്കിൽ പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇന്ന് മുത്തശ്ശന്റെ അടുത്ത് സിഹയുടെ കാര്യം മറച്ചു വെക്കേണ്ടി വന്നു. അപ്പൊ തന്നെ ഞാൻ സത്യം പറയണമായിരുന്നു. പ്ലീസ് രാമ, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഇനി ഒരിക്കലും എനിക്ക് തരരുത്. ആദ്യം ആർപ്പി എവിടെയാണെന്ന് പറ. അല്ല, ഇത്രയും ദിവസം നിങ്ങൾ അറിഞ്ഞിട്ട് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തേനെ. അവനൊരു ക്രിമിനൽ ആണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കയറ്റി അവനെ താമസിപ്പിച്ചില്ലേ? അത്രയും ബോധമില്ല നിങ്ങൾക്ക്? ഷെയിം ഓൺ യു ഗൈസ്. ഒന്ന് ക്ഷമിക്കളിയാ.
അവൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കയറി താമസിച്ചതാ. ജീവന് പേടിയുള്ളത് കൊണ്ട് മിണ്ടാതിരുന്നതാ. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഹാൻഡിൽ ചെയ്തായിരുന്നല്ലോ. അയ്യോ, വെറുതെ ഇതൊക്കെ പറയാതിരിക്കാൻ ഞങ്ങൾക്ക് എന്താ വട്ട? അതോ ഞങ്ങൾക്ക് അവനെ വേണ്ടിയിട്ടാണോ? ഞങ്ങളെ അവൻ വല്ലാതെ പേടിപ്പിച്ചിട്ടാ. അതും അല്ലാതെ സീതയും സിഹിയും ഒക്കെ എന്തെങ്കിലും ചെയ്ത് കളയുമെന്ന് പേടിപ്പിച്ചിട്ടാ. സീതയും സിഹിയെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് എനിക്കറിയാം. ആദ്യം അവൻ എവിടെയാണുള്ളതെന്ന് പറഞ്ഞ് ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. റാം സാറേ, ആ രുദ്രപ്രതാപനെ ഉണ്ടല്ലോ, രുദ്ര താണ്ഡവം നടന്ന് കാണിച്ചു കൊടുക്ക്. വാടി. ഛെ. അല്ല ഭാർഗു, നീ ഇപ്പൊ എന്ത് സംഭവിച്ചിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇനി എന്ത് സംഭവിക്കണമെന്നാ? സംഭവിച്ചത് പോരെ. നിനക്ക് എന്തെങ്കിലും കാര്യത്തിന് അല്പമെങ്കിലും വല്ല ഐഡിയ ഉണ്ടായിരുന്നു വിശ്വ? നോക്ക്, അതേ ഗ്രൗണ്ടിന് ചുറ്റും കിടന്ന് ഓടിയിട്ട് അവസാനം പിച്ചിന്റെ നടുക്കോട്ട് വന്നിട്ടുള്ള പരിപാടി നിന്റെ ഒഴിവാക്കിയിട്ട് ആദ്യം കാര്യം എന്താന്ന് പറ. ആ വാണി വെറുതെ പോയതല്ല. എന്തോ കുതന്ത്രം കാണിച്ചു വെച്ചിട്ട് അത് മറച്ചു വെച്ചിട്ടാ ചത്തത്. നോക്ക് ഭാർഗു, നീ ചേടത്തിയുടെ കാര്യത്തിൽ ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല. നിന്റെ പ്രിയപ്പെട്ട ഏട്ടത്തി ചെയ്തു വെച്ചതൊന്നും പോരെ. പോയവരൊക്കെ പോയി. ഇവിടെയുള്ള സർവ്വതും എടുത്തിട്ടാ പോയത്. വീട്ടിലെ സമ്പത്ത് നിറഞ്ഞു തുളുമ്പിയിട്ടും ഒന്നും നമ്മുടേതല്ല. സാറേ, അതേ നിങ്ങള് ഇവിടെ ഇരുന്നാ മതി കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് അകത്തൊന്ന് നോക്കിയിട്ട് വരാം. അവൻ എവിടെയാ എന്താ ചെയ്യുന്നതെന്നൊക്കെ. എന്താണെന്നോ, നിങ്ങൾ വന്ന കാര്യം അങ്ങനെ പറഞ്ഞാലേ അവൻ ഓടി രക്ഷപ്പെട്ട് കളയും. അതാ, നിങ്ങള് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കെ, ഞങ്ങൾ നോക്കിയിട്ട് വരാം. എന്താണെന്നോ, ഇത് ഒരു വാടക വീടാണേ. നിങ്ങൾ അങ്ങോട്ട് വന്ന് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടും. അതുകൊണ്ടാ. ഓക്കെ, പോയിട്ട് വാ. ശരി സാറേ, വേഗം വാടി. ഈ RP എന്തോ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്, അതുറപ്പാ. ആൻഡ് സിഹി എക്സ്പീരിയൻസ് ചെയ്തതും സത്യമാണ്. അവളെ പേടിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്തായിരിക്കുമോ? എന്തായാലും അവൻ എന്തോ പ്ലാൻ ചെയ്ത ഞങ്ങളുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെ, വാളിയാ വാളിയാ, അവനെ എവിടെങ്ങും കാണുന്നില്ല. വീട്ടില് ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ അവൻ എല്ലാം എടുത്തോണ്ട് പൊക്കളഞ്ഞു. അതെ, നമ്മൾ ഇങ്ങനൊക്കെ ചെയ്യുവാന്ന് അറിഞ്ഞിട്ട് ആ സ്ഥലം കാലിയാക്കി പോയതാന്നാ തോന്നുന്നേ. Damn it. വീട്ടിൽ എന്തെങ്കിലും ഒരു ക്ലൂ ഇട്ടിട്ട് പോയിട്ടുണ്ടോ? ഇല്ല, ഇത്രയും ദിവസം ഞങ്ങളുടെ കൂടെയായിരുന്നു. അവന് തോന്നുമ്പോ ഇറങ്ങി പോകും, തോന്നുമ്പോ കേറി വരും. ഇപ്പൊ അവന്റെ പൊടി പോലും ഇല്ല. നിന്ന നിപ്പില് മാഞ്ഞു പോയി കളഞ്ഞല്ലോ ആ കള്ളൻ. അതെ, പോയത് പോയി. ശല്യം തീർന്നല്ലോ. കോഴിയുടെ പുറയിൽ കുറുക്കം നടക്കുന്ന പോലെ പിന്നെ നമ്മുടെ പിന്നാലെ വരാതിരുന്നാ മതിയായിരുന്നു. ശല്യം എന്തായാലും ഒഴിഞ്ഞു പോയല്ലോ. പോയ വഴി പോട്ടെ. ഞാൻ വെറുതെ വിടില്ല. എനിക്ക് നഷ്ടമായതൊക്കെ അവളുടെ മകനെ വെച്ച് ഞാൻ സ്വന്തമാക്കും. നോക്ക് ഭാർഗവ്, നീ ഇവിടെ ആരുടെ സമാധാനം എങ്ങനെ നഷ്ടപ്പെടുത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ സമാധാനം, എൻ്റെ സ്വാതന്ത്ര്യം എല്ലാം കംപ്ലീറ്റ് നഷ്ടപ്പെടുത്തി വെച്ചിരിക്കുക നീ. ഛേ, എന്താണോ എൻ്റെ തലവരെ ഇങ്ങനെ ആയിപ്പോയത്. അല്ല, വീടിനകത്തിരിക്കുമ്പോൾ ഒരു ജീവിതം, പുറത്തിറങ്ങുമ്പോൾ വേറൊരു ജീവിതം. ഓരോരോ അവസ്ഥ ചത്താ മതിയെന്നായി. അതൊന്നും എൻ്റെ പ്രോബ്ലം അല്ല. നിനക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല വിശ്വ. നിന്നെ വിശ്വസിച്ചല്ലോ, അതുകൊണ്ടാ. ഞാനായിട്ട് വല്ലതും ചെയ്യണം, ചെയ്തോളാം. അല്ല ഭാർഗു, നീ അതിനെപ്പോഴാ വെറുതെ ഇരുന്നിട്ടുള്ളത്? എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല, നീ എന്നോടൊന്നും പറയാറുമില്ല.
ബട്ട് അറ്റ്ലീസ്റ്റ് താങ്ക്സ്. അതേ, ഇനി എനിക്ക് ഈ വീട്ടിൽ നിന്നൊന്നും കിട്ടില്ല, എല്ലാം റാമിന്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. വളരെ വലിയ ഉപകാരമാണ് ചെയ്തത്. ഛീ, ഇനിയെങ്കിലും നിന്റെ ഈ തമാശയൊക്കെ ഒന്ന് നിർത്താൻ നോക്ക് വിശ്വ. ഭാര്യയായിട്ടുള്ളവൾക്ക് ഉപകാരപ്പെടുന്ന പോലെ ജീവിക്കാം. എന്താ എന്താ വേണ്ടത്? ആ വാണി വില്ലിൽ എന്താ എഴുതിയിട്ടുള്ളതെന്ന് ആരും പറയുന്നില്ല. ആരും ഒന്നും തന്നെ പറയുന്നില്ല. അല്ല ഭാർഗു, വില്ലിൽ എന്താണ് എഴുതിയതെന്ന് മനസ്സിലാക്കാതെയാണ് ഇത്ര സംസാരിക്കുന്നത് നീ. അപ്പൊ അതിന്റെ മുഴുവൻ രൂപം അറിയുമ്പോ നീ എന്ത് ബഹളം ഉണ്ടാക്കൂടെ? വല്ലാതെ സംസാരിക്കാൻ നിൽക്കല്ലേ. ആ വില്ലിൽ എന്താ എഴുതി വച്ചിരിക്കുന്നെന്നുള്ളത് നിനക്ക് അറിയാൻ പറ്റുമോ ഇല്ലയോ അതറിഞ്ഞാ മതി.